ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ. വേറൊന്നുമല്ല, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എൻ്റെ കല്യാണമാണ് ഏപ്രിൽ 20, 2025. ഇന്ന് നവംബർ 15th ആണ്. നവംബർ 15th, ഓ മൈ ഗാഡ്, ഇതും ഒരു 5ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നലെ ഡേറ്റ് അറിഞ്ഞു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. സോ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കരമായിട്ട് കുറേ ആഗ്രഹങ്ങളുണ്ട്. ഈ കല്യാണം ഞാൻ പറയുന്ന പോലെ നടക്കണം എന്നുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. അത് ഉറപ്പായിട്ട് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ നിൽക്കുന്നുള്ള കാര്യം, അപ്പു എൻ്റെ കൂടെ നിൽക്കുന്നുള്ള കാര്യം എനിക്ക് സംശയമില്ല. അപ്പോൾ യെസ്, എനിക്ക് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോള്, ആ ഹോളിൽ നിന്ന് വെച്ച് തന്നെ നടത്തണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതിന് മുന്നേ ഓടിച്ചാടി പോയിട്ട് എനിക്കത് ബുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആൻഡ് നമ്മുടെ കല്യാണത്തിന് എന്തായാലും അങ്ങനെ വൈഡായിട്ട് വിളിക്കുന്നില്ല. ഓൾറെഡി ചേച്ചീൻ്റെ കല്യാണം എല്ലാവരെയും വിളിച്ച് ഭയങ്കര ആഘോഷമായിട്ട് നടത്തിയതാണ്. എനിക്കത് വേണ്ട, കുറച്ച് ആൾക്കാർ മതി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ, അത് മതി എനിക്ക്. അതല്ലാണ്ട് ഇങ്ങനെ നാട്ടിൽ കാണുന്ന എല്ലാവരെയും വിളിച്ച് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്തിനാണ് വെറുതെ ചുമ്മാ ഫുഡും കഴിച്ച് വന്നിട്ട് കുറേ കുറ്റം പറയുന്നത്? അത് വേണ്ട. നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് മാക്സിമം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അതെന്തായാലും അച്ഛൻ വിളിക്കുമായിരിക്കും. അതല്ലാണ്ട് മാക്സിമം സ്നേഹമുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് കല്യാണം നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് എന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം. അത് തന്നെ, അത്ര ആയിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അച്ഛനും അമ്മയ്ക്കൊരു ബാധ്യതയായിട്ട് ഇങ്ങനെ കടമൊക്കെ കയറി അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥയും വരരുത്. അതിന് ഒരുപാട് വലിയ കടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കല്യാണം നടത്തണം എന്നുള്ളതും എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഹോപ്പ് ഇതൊക്കെ നടക്കട്ടെ. ഇന്ന് നമ്മൾ ഈ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ എപ്പോഴും പ്രൈവറ്റാക്കി വെക്കുന്നത് നല്ലതാണ്. ആൻറ്റിൽ ഇറ്റ് ഹാപ്പൻ. കണ്ണ് കിട്ടുക എന്നൊക്കെ പറയില്ലേ, എനിക്കതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേക്കും ഞാനിങ്ങനെ എല്ലാം പാടി നടക്കുന്നൊരു ടൈപ്പാണ്. ഞാൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു നടക്കുമ്പോഴേക്കും അത് ഇതുവരെ നടന്നിട്ടില്ല. എനിക്ക് പറ്റില്ല, പ്രൈവറ്റാക്കി വെക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പ്രൈവറ്റാക്കി വെക്കും. എന്നിട്ട് അതൊക്കെ നടന്നതിന് ശേഷം ഞാൻ പബ്ലിക്കാക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തു ജേണി. ഇനി പോയിട്ട് ഹാള് ബുക്ക് ചെയ്യണം. ബാക്കിൽ അമ്മയുണ്ട്, അച്ഛൻ പുറത്തേക്ക് എങ്ങോട്ടോ പോയിട്ടുണ്ടോ മേടിക്കാൻ. സോ നമ്മൾ പോവാണ്, ഓൺ ദ വേ. ഗൈസ്, ഇരിങ്ങത്തെത്താറായി. ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. പോലീസ്, ആംബുലൻസ് തേഞ്ഞ് ഗൈസ്, തേഞ്ഞ് ഒടുക്കത്തെ ബ്ലോക്ക്. ആരംഭ ശൂരകത്വം പോയി ഗൈസ്. ഇങ്ങനെ ഒരു അടി ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് 5 മണിക്ക് തിരിച്ച് ജിമ്മിൽ പോകണം. ബ്ലോക്കായിപ്പോയി. ബ്ലോക്കിൽ നിന്നൊക്കെ മാറി നമ്മൾ വേറെ റൂട്ടിൽ വന്ന് ഗൈസ് അടുത്ത കൊണ്ടായിരുന്നു. ഗേറ്റ് അടച്ചു. പിന്നെയും ലാഗോട് ലാഗ്. ഇന്ന് ലാഗിൻ്റെ ഇവിടെ എന്തോ ട്രെയിനിങ് നടന്നുകൊണ്ട്. പണ്ട് ഇവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കല്യാണം കൂടാൻ വന്ന ആൾക്കാരൊക്കെ ഈ ഒരു പരിസരത്തൊക്കെയായിരിക്കും കറങ്ങിത്തിരിഞ്ഞ് നടക്കുക. ഇതാണ് നമ്മുടെ ഏരിയ.
300 ആൾക്കാരൊക്കെ കൊള്ളുന്ന ഒരു മിനി ഓഡിറ്റോറിയം. സോ ഞങ്ങളിങ്ങനെ ഹെൽപ്പ് ഡെസ്കിലേക്ക് നടക്കുകയാണ്. നല്ല വൈബുള്ള സ്ഥലമല്ലേ. എനിക്കിവിടെ എന്തോ ഇഷ്ടമാണ്. അത് ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയം. ഇവിടെ പുതിയൊരു കൺവെൻഷൻ സെൻറ്റർ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പോയി നോക്കണം. അതിൻ്റെ ഇനാഗുറേഷനൊന്നും ആയിട്ടില്ല, ബട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല വൈബുള്ള സ്ഥലം. ഞാൻ നടക്കുകയാണ്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. മിക്കവാറും ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നുണ്ടോ. എനിവേയ്സ് നോക്കാം. ഏതാ സ്ഥലമല്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കുറേ ഒരു കാര്യം ആഗ്രഹിക്കും, ദൈവം വേറെ എന്തെങ്കിലും ഡിസൈഡ് ചെയ്യും. സെയിം കാര്യം ഇവിടെ സംഭവിച്ചു. എനിക്ക് സർഗാലയിൽ നിന്ന് എൻ്റെ കല്യാണം നടത്തണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായി. അത് അഫോർഡബിൾ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ബിക്കോസ് അവിടുത്തെ ഹാളിന് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. 50,000 അടുത്തേ വരുന്നുള്ളൂ. അതുപോലെ വേറെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് സർഗാലയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ ബുക്ക് ചെയ്യാൻ പോയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയപ്പോഴേക്കും ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ട് ബുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു പോയത്. ബട്ട് അവർ പറഞ്ഞു അഡ്വാൻസ് പേയ്മെൻറ്റ് ഫ്യൂ എമൗണ്ട് പോരാ, ഫുൾ എമൗണ്ട് അടയ്ക്കണം. അതായത് 50,000 അടുത്ത് നമ്മൾ അടയ്ക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നില്ല. എമൗണ്ട് ആകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോന്നു. വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ വിളിക്കണം, നമ്മൾ അങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ അടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്യൂ ഡേയ്സ് ലേറ്റർ നമ്മുടെ കയ്യിൽ എമൗണ്ട് വരുന്നു. നമ്മൾ പിന്നെയും ബുക്ക് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും അവർ പറഞ്ഞു അത് ഓൾറെഡി ഒക്ടോബറിലെ ബുക്കായിരുന്നു. ഇത് നമ്മൾ നവംബറിൽ ആ ഹോള് കാണാൻ പോയത്. അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞതാണ്. ബട്ട് ആ ഓക്കെ പറയുന്ന സമയത്ത് തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം സ്റ്റേജ് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റില്ല, ഫുഡ് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റില്ല, എല്ലാം അവരുടെ ആൾക്കാർ തന്നെ ചെയ്യണം. ഈ സ്റ്റേജൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു 20-30,000 വരുന്ന സാധനമൊക്കെ അവിടെ അതിൻ്റെ ഇരട്ടി പൈസയാണ് പറയുന്നത്. അതുപോലെ ഫുഡ് ആയിക്കോട്ടെ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവാണ്. അത് നമുക്ക് പുറത്തുനിന്നുള്ള ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ അവരുടെ ഫുഡ് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് കഴിച്ചു വെക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. സോ അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. അത് വേറെ ആരോ ബുക്ക് ചെയ്ത് ഒക്ടോബറിൽ ബുക്ക് ചെയ്ത് പോയി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നവംബറിൽ പോയിട്ടില്ലേ ബുക്ക് ചെയ്തേ, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ബട്ട് കുഴപ്പമില്ല, അത് ആക്സെപ്റ്റ് ചെയ്യുക. വലിയ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഇങ്ങനത്തെ കുറേ ഈ സംഭവങ്ങൾ പറഞ്ഞത് കാരണം അത് വേണമെന്നുള്ളൊരു തോട്ട് മനസ്സിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ അത് പോയത് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ മൂവിങ് ഓൺ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഒരു അടുത്ത ഓഡിറ്റോറിയം ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഓൾറെഡി ഡേറ്റൊക്കെ അടുക്കുന്നത് കാരണം മിക്കവാറും എല്ലാ ഹോളും ബുക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബട്ട് അത് ചെറുതായിട്ടൊന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നമ്മൾ സർഗാലയായിരുന്നു ആദ്യം ഉദ്ദേശിച്ച ഓഡിറ്റോറിയം. ബട്ട് ചില കാരണങ്ങൾ കൊണ്ട് അത് ക്യാൻസലാക്കി. അപ്പോൾ ഇനിയിപ്പോൾ January 2 ഇനിയിപ്പോൾ അധികം ഹോളുകൾ ബാക്കിയില്ല. അതിപ്പോൾ പയ്യോളിയുള്ളൊരു പെരുമാൾ ഓഡിറ്റോറിയം, പിന്നെ പയ്യോളി ഇരിങ്ങത്തുള്ള ഒരു ഗ്രീനോക്ക് എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം ഉള്ളൂ. ഗ്രീനോക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഗ്രീനോക്ക്. സോ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അച്ഛൻ ഓൾറെഡി ഗേറ്റ് തുറന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാം വീഡിയോ. എനിവേയ്സ് ഇപ്പോൾ പോയി കണ്ടിട്ട് വരാം. നിങ്ങളും എൻ്റെ കൂടെ വാ. ഇവിടെ ഇപ്പം ഒന്ന് ഫങ്ഷൻ നടക്കുന്നുണ്ട്. പോയിട്ട് വരാം. ഓഫീസിൽ ഇവിടെ ഫങ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ സ്റ്റാഫ് എത്തിയിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ ഗ്രീനോക്കിലെത്തി. ഇന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പോവാണ്.
ഫുള്ള് ഇവിടെ പച്ചപ്പും ഹരിതാവയാണ് ഗൈസ്. സിദ്ധാർത്ഥ്